പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖ് വധശ്രമ കേസിൽ ഇന്ന് വിധി പറഞ്ഞേക്കും. ഇടുക്കി തൊടുപുഴ 1-ാം ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതിയിൽ കഴിഞ്ഞയാഴ്ച വാദം പൂർത്തിയായിരുന്നു. 2013 ജൂലൈ 15-നാണ് ഷെഫീഖ് അതിക്രൂരമർദ്ദനത്തിനിരയായത്. മർദ്ദിച്ചത് സ്വന്തം പിതാവും രണ്ടാനമ്മയും. തലച്ചോറിനേറ്റ ഗുരുതര പരിക്ക് കുട്ടിയുടെ ബുദ്ധിവികാസത്തെയും സംസാരശേഷിയും ചലനശേഷിയും സാരമായി ബാധിച്ചു. 20 ദണ്ടുകൊണ്ട് ഷെഫീഖിനെ ദേഹമാസകലം അടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ശരീരത്തിൽ പൊള്ളിച്ച പാടുകളും ഉണ്ടായിരുന്നു. 4 വയസ്സുകാരൻ ഷെഫീഖിനെ അന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക മുറിയൊരുക്കി രാഗിണി എന്ന ആയയുടെ പരിചരണത്തിലാണ് ഷെഫീഖിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നത്. കോടതിയിൽ ഹാജരായ എല്ലാ സാക്ഷികളും പ്രതികൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്ന പ്രത്യേകതയും കേസിനുണ്ട്. ദൃക്സാക്ഷികളില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. കാരണം ഈ കുട്ടിയെ ഉപദ്രവിച്ച് മുഴുവൻ അവർ മുറിക്കുള്ളിൽ ആയിരുന്നു. അവർ 3 വീടുകളിലായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന വിവിധ സ്ഥലങ്ങളിൽ. ആ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകളിലായിരുന്നു ഈ കുട്ടീനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് വന്നത്. അതായത് 1-ാം പ്രതി ഷെരീഫും 2-ാം അനീഷയും ചേർന്ന കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ടവരാരും, അതായത് പുറത്ത് എല്ലായിരുന്നു, വീടിനുള്ളിലായിരുന്നു. അതുകൊണ്ട് ദൃക്സാക്ഷികളില്ല. സാഹചര്യ തെളിവുകളുടെയും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസ്, ശക്തമായ മെഡിക്കൽ എവിഡൻസ് ഈ കേസിലുണ്ട്. അതാണ് ഈ കേസിൽ പ്രധാനമായ വഴിത്തിരിവായത്. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ജഡ്ജ് നേരിട്ട് ആശുപത്രിയിലെത്തി ഷെഫീഖിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കിയിരുന്നു. ഗുരുതര ചികിത്സാ പിഴവ് വരുത്തിയതാണ് കുട്ടിയുടെ ഇന്നത്തെ ശാരീരിക മാനസികാവസ്ഥയ്ക്ക് കാരണമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചത്. ഏലപ്പാറ അംഗൻവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗിണി ഷെഫീഖിന്റെ പരിചരണത്തിനായി സ്വയം മുമ്പോട്ട് വന്നത് മനുഷ്യ മനസാക്ഷിയെ ഉണർത്തിയ സംഭവമായി കേരളം വാഴ്ത്തിയിരുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.